പ്രധാനമായും മുട്ട് തേയ്മാനത്തിന് 5 സ്റ്റേജുകളാണുള്ളത്. ഈ മസിൽ വീക്ക്നെസ് പലപ്പോഴും അറിയാതെ പോവുകയും അത് മുട്ടിൻ്റെ തേയ്മാനത്തിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരാഴ്ചയായി മുട്ടുവേദന മാറുന്നില്ല. തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ കണ്ട് അതിൻ്റെ റീസൺ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും ഡാമേജുകളോ മറ്റെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കൂടുതൽ നടക്കുന്നത് അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കും. എല്ലാവരെയും പോലെ തന്നെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും കൂടുതൽ കഴിക്കുന്നതും ഈ മസിൽ ബിൽഡപ്പിനും ഈ 40 വയസ്സിന് ശേഷമുള്ള ശരീര ശോഷണത്തിനും സഹായിക്കുന്നതാണ്. മെഴുകുതിരിയോട് ഉപമിക്കാവുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. എൻ്റെ അമ്മ ഉൾപ്പെടുന്ന ഒരു സ്ത്രീ വിഭാഗം, അതായത് ഒരു 35 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ പലപ്പോഴും സ്വയം എരിഞ്ഞു തീരുകയും സ്വന്തം ശാരീരിക ബുദ്ധിമുട്ടുകളും വേദനകളും മറന്ന് ആ അസുഖങ്ങൾ കൊണ്ടു നടന്ന് ഒരു ഫർദർ സ്റ്റേജുകളിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമാണ് പലപ്പോഴും ഒ പിയിലേക്ക് വരാറ്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അനൂപ് RC, കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക് സർജൻ, സ്പ്രിംഗ്ഫീൽഡ് KMC ഹോസ്പിറ്റൽ, കൊങ്ങോർപ്പള്ളി. ഈ മുട്ടിനെ ചുറ്റും നമ്മുടെ മുട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന മുട്ട് എന്ന് പറയുന്ന ജോയിൻറ്റിന് നമ്മുടെ മസിലുകളാണ് പ്രധാനമായും സപ്പോർട്ട് നൽകുന്നത്. ഈ 35 വയസ്സിന് ശേഷം പലപ്പോഴും പെരിമെനോപോസൽ ഏജ് ഗ്രൂപ്പ് എന്ന് പറയും, അതായത് മാസമുറ നിൽക്കുന്നതിന് തൊട്ട് മുമ്പേയുള്ള സ്റ്റേജ്. പലപ്പോഴും അവരിൽ മസിൽ വീക്ക്നെസ്, അതായത് ഈസ്ട്രജൻ്റെ അളവിൽ, അതായത് ഒരു 25-30 വയസ്സിലുണ്ടാകുന്ന അളവിലുള്ള ഈസ്ട്രജൻ അല്ല 35 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളുണ്ടാകുന്ന ഈസ്ട്രജൻ ലെവൽ. ആ ഈസ്ട്രജൻ കുറവ് നമ്മുടെ മസിലിനെ ബാധിക്കുകയും സ്വന്തം കാര്യങ്ങളെക്കാട്ടി കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ജീവിതം മാറ്റിവെക്കുമ്പോൾ പലപ്പോഴും എക്സസൈസുകൾ നിന്ന് ഇവർ മാറി നിൽക്കുന്നതിലൂടെ ഈ മസിൽ വീക്ക്നെസ് പലപ്പോഴും അറിയാതെ പോവുകയും അത് മുട്ടിൻ്റെ തേയ്മാനത്തിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അത് പ്രധാനമായും അവർ എക്സസൈസ് അവരുടെ മീ ടൈം കണ്ടെത്തുന്നതിലൂടെ മുട്ടിന് ചുറ്റുമുള്ള മസിലുകളുടെ സ്ട്രെങ്തൻ ചെയ്യാനും ഒരു വ്യായാമം ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിലൂടെയും ഈ മുട്ടുവേദന പലപ്പോഴും ഒഴിവാക്കാൻ കഴിയുന്നതാണ്. കണ്ടുവരുന്ന മറ്റ് ചില റീസണുകളാണ് ആർത്രൈറ്റിസ്. 35 വയസ്സിന് ശേഷമാണ് പലപ്പോഴും ആർത്രൈറ്റിക് സിംറ്റംസ്. ആർത്രൈറ്റിസ് എന്നാൽ മുട്ടിനുള്ളിൽ വരുന്ന ഇൻഫ്ലമേഷനെയാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതൊരു ബ്രോഡ് ടേമാണ്. അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വരാം. അതൊരു വിദഗ്ധൻ്റെ ചികിത്സയിലൂടെ ടെസ്റ്റുകളിലൂടെ മാത്രമേ അത് ഏതാണെന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ. വളരെ കോമണായി കണ്ടുവരുന്നതാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. പറഞ്ഞതിൽ ലിസ്റ്റ് അറൗണ്ട് ഒരു 100 എണ്ണത്തിലോട്ട് വരും. പക്ഷേ പ്രധാനമായും കണ്ടുവരുന്ന ഇത് രണ്ടുമാണ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, പിന്നെ അത് കൂടാതെ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ ആർത്രൈറ്റിസുകളും. ഇങ്ങനെയുള്ള ആർത്രൈറ്റിസുകളാണ് മുട്ടുവേദനയ്ക്ക് പലപ്പോഴും കാരണമാകുന്നത്. അതായത് വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇരുന്നിട്ട് എഴുന്നേക്കാനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ പടി കയറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഇതൊരു പരിധിവരെ പലരും സഹിച്ചിരിക്കുകയും എൻ്റെ ജോലി നടക്കട്ടെ എന്നുള്ള രീതിയിൽ അത് വെച്ചുകൊണ്ടിരിക്കുകയും അതൊരു കൂടുതൽ സ്റ്റേജിൽ പലപ്പോഴും ഇനീഷ്യൽ സ്റ്റേജുകളിൽ എത്തുന്നത് ഞാൻ വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്. പ്രധാനമായും മുട്ട് തേയ്മാനത്തിന് 5 സ്റ്റേജുകളാണുള്ളത്. അത് മുട്ടിൻ്റെ ഉള്ളിൽ തരുണാസ്ഥി, അതായത് 2 എല്ലുകൾ തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലത്ത് ഒരു പാട പോലെ ഒരു ഭാഗമുണ്ട്. അതാണ് നമ്മുടെ ജോയിൻറ്റിൻ്റെ ഫ്രിക്ഷൻ ഉണ്ടാവാതെ സഹായിക്കുന്നത്. അതിന് തരുണാസ്ഥി എന്ന് പറയും. ഈ തേയ്മാനങ്ങൾ എല്ലാം സംഭവിക്കുന്ന ഈ തരുണാസ്ഥിക്കാണ്. അതിൻ്റെ ഗ്രേഡിങ് അനുസരിച്ചിട്ടാണ് സ്റ്റേജ് 1 മുതൽ 5 വരെ മുട്ടിൻ്റെ തേയ്മാനത്തെ വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ആർത്രൈറ്റിസ് കണ്ടുപിടിക്കാത്തത് മൂലം ഞാൻ ആദ്യം പറഞ്ഞ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ പ്രധാനമായ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ കോമണായിട്ട് പറയുന്ന ആമവാദം എന്നാണ്. അങ്ങനെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ഇവിടെ ഡാമേജ് ചെയ്യുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ തരുണാസ്ഥിയിലേക്കാണ്. അപ്പോൾ ഈ തേയ്മാനം സാധാരണ ഉള്ളതിൻ്റെ ഇരട്ടി വേഗത്തിൽ സംഭവിക്കുകയും സ്റ്റേജ് 1-ൽ നിന്ന് 2-ലേക്കും 2-ൽ നിന്ന് 3-ലേക്കും വളരെ പെട്ടെന്ന് പോവുകയും ഇവർക്ക് വേദന കലച്ചിലാവുകയും അപ്പോഴാണ് പലപ്പോഴും ഡോക്ടറെ അടുത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമേജ് സംഭവിച്ച കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക്കാണ്. അത് ഇപ്പോൾ അതിന് പുതിയ റീജനറേറ്റീവ് മെഡിസിൻ, അതായത് പ്ലേറ്റഡ് റിച്ച് പ്ലാസ്മ പോലുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണെങ്കിൽ പോലും ഇത് നമുക്ക് പലപ്പോഴും പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് ചെറിയൊരു മുട്ടുവേദന വരുമ്പോൾ, എല്ലാ മുട്ടുവേദനകളും ഇതാണെന്നല്ല, ചെറിയ മുട്ടുവേദനകൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെറിയ ഇഞ്ചുറി മൂലവും ഒക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ വളരെയധികം കാലം നീണ്ടു നിൽക്കുന്ന, ഫോർ എക്സാമ്പിൾ ഒരാഴ്ചയായി മുട്ടുവേദന മാറുന്നില്ല, ചെറിയ ഹോം റെമഡീസോ ചൂട് കൊടുത്തിട്ടോ ഒന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ കണ്ട് അതിൻ്റെ റീസൺ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിലും കൃത്യമായ ചികിത്സയിലൂടെ മരുന്നുകളാണ്
പ്രധാനമായും മുട്ടിൻ്റെ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ മരുന്നുകളിലൂടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെങ്കിൽ അതിനും ഏർലി സ്റ്റേജുകളിൽ മരുന്നും എക്സസൈസുകളും ലഭ്യമാണ്. അപ്പോൾ അത് നേരത്തെ ഡോക്ടറെ കണ്ട് ഡയഗ്നോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്തടുത്ത സ്റ്റേജിൽ പോയി മറ്റ് വലിയ അതായത് സ്റ്റേജ് 5 എത്തുകയാണെന്നുണ്ടെങ്കിൽ നീ റീപ്ലേസ്മെൻറ്റ് പോലുള്ള സർജറിയിലേക്ക് പലപ്പോഴും വേണ്ടി വന്നേക്കാം. ആ സ്റ്റേജിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പേ തന്നെ നമുക്ക് മുട്ടുവേദന നിസ്സാരമായി ഉള്ളൊരു മുട്ടുവേദന ഒരു വലിയ സർജറിയിലേക്ക് എത്തിക്കാതെ തന്നെ നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ്. പിന്നെ പ്രധാനമായും കണ്ടുവരുന്ന മറ്റൊരു പ്രോബ്ലമാണ് ഈ പെരിമെനോപോസൽ സിംറ്റംസ്. വളരെ ശാന്തശീലരായിരുന്ന നമ്മുടെ ഭാര്യ, അമ്മ, സഹോദരി, ഈ ഏജ് ഗ്രൂപ്പിൽ 35 to 40 ഏജിൽ വരുന്ന അവർക്ക് പെട്ടെന്ന് അവർ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ള ആളുകളായി മാറുക. അതായത് നമുക്കറിയുന്ന നമ്മുടെ അമ്മ, സഹോദരി, ഭാര്യയൊക്കെ പെട്ടെന്ന് അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം അത് പലപ്പോഴും പെരിമെനോപോസൽ സിംറ്റംസിനെ പറ്റിയുള്ള അറിവില്ലായ്മ കാരണമാണ്. എന്നാൽ എപ്പോഴും അവർക്ക് കിടക്കണം, ക്ഷീണം, തളർച്ച, ഇങ്ങനെയുള്ള ഹോർമോണൽ ചേഞ്ചസ് അവരുടെ ശരീരത്തെ ബാധിക്കുന്നത് അവരും അറിയുന്നില്ല, ചുറ്റുമുള്ളവരും അറിയുന്നില്ല. അവർക്കറിയുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്ന അറിവ് ഇവരെ ഈ ഒരു സ്റ്റേജിൽ ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ പെരിമെനോപോസൽ ഏജ് ഗ്രൂപ്പിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണിൻ്റെ ഡെൻസിറ്റി കുറയുകയും, ഞാൻ ഓർത്തോപെഡിഷൻ ആയതുകൊണ്ട് കൂടുതൽ ഓർത്തോപെഡിക് കാര്യങ്ങളാണ് പറയുന്നത്, മാനസികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തീർച്ചയായും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ ഈ ഹോർമോണൽ ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന എല്ലിൻ്റെ കട്ടിക്കുറവ്, മസിൽ വീക്ക്നെസ്സുകൾ, ഇതൊക്കെ പലപ്പോഴും ഇവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ഓടി നടന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ അമ്മയും സഹോദരിയൊക്കെ കുറച്ച് നാളായിട്ട് അവർക്ക് കൂടുതൽ ക്ഷീണം, തളർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധൻ്റെ ഒപ്പീനിയൻ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഫസ്റ്റ് അവരെ കുറ്റപ്പെടുത്തുക എന്നുള്ള ഒരു മോട്ടീവാണ് എല്ലാവർക്കും സാധാരണ ഉണ്ടാവാറ്. ഇന്നലെ വരെ ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്താണിപ്പോൾ മടിയാണോ എന്നുള്ള ചോദ്യം ഒഴിവാക്കി അവരുടെ ഏജ് ഗ്രൂപ്പിൽ അവർക്കുണ്ടാകുന്ന വളരെ കോമണായ ഉള്ള പ്രോബ്ലമാണ് പെരിമെനോപോസൽ സിംറ്റംസ്. അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ഇന്ന് നിലവിലുണ്ട്. UK-ലും US-ലൊക്കെ ഇതൊരു റുട്ടീൻലി നടക്കുന്ന പ്രൊസീജിയറാണ്. ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അവർക്ക് വേണ്ടുന്ന പ്രൊട്ടക്റ്റീവ് മെഡിസിൻസ് അവരുടെ ജനറൽ പ്രാക്ടീഷണർ പലപ്പോഴും അവർ ഫോളോ അപ്പ് ചെയ്ത് ആ ട്രീറ്റ്മെൻറ്റ് ഓൾറെഡി തന്നെ കൊടുക്കുന്നൊരു സംവിധാനം മറ്റ് പല രാജ്യങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. തീർച്ചയായും ഇന്ത്യയിലും അങ്ങനെ ഒരു സംവിധാനം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു ഭാഗമായി വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 1-2 മീറ്റുകളിലും ഒക്കെ ഗവൺമെൻറ്റിന് ഇങ്ങനെയുള്ള ശുപാർശകൾ IMAയുടെ ഭാഗത്ത് നിന്ന് ഓൾറെഡി തന്നെ പോയിട്ടുള്ളതാണ്. അതായത് 40-45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ഓസ്റ്റിയോപോറോസിസ് വളരെ കോമണായി വരികയും ഈ ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾ അൺഅഡ്രസ്സ് ചെയ്യാതെ പോകുന്നു എന്നുള്ളതും ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുള്ളതാണ്. ഗവൺമെൻറ് അതിന് തീർച്ചയായും ചേർന്ന നടപടികൾ എടുക്കാമെന്നും ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ മറ്റു രാജ്യങ്ങളുള്ള പോലെ തന്നെ ഇങ്ങനെ ഒരു സംവിധാനം വരുന്നവരെ നമ്മളിതിൽ അവെയറായിരുന്ന നമ്മളുടെ ഇനിഷ്യേറ്റീവിൽ ഈ പ്രായത്തിലുള്ള 35-നും 45 വയസ്സിനിടയിലുള്ള അമ്മമാർ, നമ്മുടെ സഹോദരി, ഭാര്യ എന്നുള്ളവരെ ആരോഗ്യ വിദഗ്ധൻ്റെ അടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ മുട്ടുവേദന എന്ന് പറയുന്ന പ്രശ്നം ചിലപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കമായേക്കാം. അത് നേരത്തെ കണ്ടുപിടിക്കുന്നതിലൂടെ അവർക്ക് ഒരു ഭാവിയിൽ വന്നേക്കാവുന്ന ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും സാധിക്കുന്നതാണ്. അതായത് മുട്ടിനുണ്ടാകുന്ന ഡാമേജസ് നമുക്ക് മാക്സിമം എങ്ങനെ ഈ പ്രായത്തിൽ ഒഴിവാക്കാം. പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് എക്സസൈസുകളാണ്. മുട്ടിനെ ചുറ്റിപ്പറ്റിയുള്ള മസിലുകളുടെ ബലപ്പെടുത്തുന്ന എക്സസൈസുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമുക്ക് ഒറ്റയടിക്ക് അത് പറഞ്ഞു തീർക്കാൻ കഴിയാത്തതുകൊണ്ട് യൂട്യൂബിൽ ഫിസിയോതെറാപ്പി എക്സസൈസുകൾ ലഭ്യമാണ്. സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് മുട്ടിൻ്റെ അടിയിൽ കട്ടിയുള്ള തുണി വെച്ചിട്ട് അതിൽ പ്രസ് ചെയ്യുക, കാല് താഴെ തൂക്കിയിട്ടിട്ട് ചെറിയ വെയിറ്റുകൾ കാലിൻ്റെ പാദത്തിലിട്ടിട്ട് അത് പൊക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള വെയിറ്റ് ഗ്രാജ്വലി കൂട്ടി 1 കിലോയിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് യൂഷ്വലി നമ്മൾ പറയാറ്. അത് 1 മുതൽ 5 വരെ ഇത് റെഗുലറായിട്ട് ചെയ്യുന്നതിലൂടെ മുട്ടിലെ മസിലുകളുടെ കട്ടി കൂട്ടുന്നതും അതിലൂടെ തേയ്മാനം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. രണ്ടാമതായിട്ട് ഡെയിലിയുള്ള റുട്ടീൻ നടത്തം. വേദന ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ നടക്കാൻ പാടുള്ളൂ. കാരണം എന്തെങ്കിലും ഡാമേജുകളോ മറ്റെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കൂടുതൽ നടക്കുന്നത് അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ വേദന ഇല്ലാത്തവർ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസുകൾ, പിന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം. പലപ്പോഴും നമ്മുടെ അമ്മമാർ, എൻ്റെ അമ്മ ഉൾപ്പെടെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കഴിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ളവർ കഴിക്കുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും അടങ്ങിയ ഭക്ഷണം നമുക്കും അവരെ പോലെ തന്നെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി അത് അവരുടെ ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് എല്ലാവരെയും പോലെ തന്നെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും കൂടുതൽ കഴിക്കുന്നതും ഈ മസിൽ ബിൽഡപ്പിനും ഈ 40 വയസ്സിന് ശേഷമുള്ള ശരീര ശോഷണത്തിനും സഹായിക്കുന്നതാണ്.